നമസ്കാരം. വിതയ്ക്കുന്നത് എന്താണോ അതേ കൊയ്യൂ. അതിന് ഏത് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും സ്വന്തം അതിർത്തിക്കുള്ളിൽ സമ്പൂർണ്ണ ശാന്തത ഉറപ്പുവരുത്തിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള എതിരാളികളെ വിഭജിക്കുകയും അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു ട്രംപിന്റെ തന്ത്രം. എന്നാൽ അമേരിക്ക വിദേശത്തേക്ക് കയറ്റി അയച്ച അസ്ഥിരതയുടെ വിഷവിത്തുകൾ ഇപ്പോൾ സ്വന്തം മണ്ണിൽ മുളച്ചു. അതിന്റെ ആഭ്യന്തര ക്രമത്തെ തന്നെ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രകടമാകുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങളുടെ പ്രതിഫലനം ഒരിക്കൽ ലോകമെമ്പാടുമുള്ള തലസ്ഥാനങ്ങളിലേക്ക് അമേരിക്ക കയറ്റുമതി ചെയ്ത അതേ അസ്ഥിരതയുടെ ആത്മാവാണ്. എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് മുസ്ലിമായ സൊഹറ മംദാനി ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുപ്പ് വിജയം ഒരു പ്രാദേശിക പ്രതിഭാസത്തിനപ്പുറമാണ്. അമേരിക്കയ്ക്ക് ലോകവുമായുള്ള ബന്ധത്തിൽ ഇതൊരു വഴിത്തിരിവായി മാറി. ട്രംപിന്റെ ജനകീയ ധാർഷ്ട്യത്തോടുള്ള പ്രതികരണമായി ഈ വിജയം ഉയർന്നു വന്നു. രാജ്യത്തിന്റെ ആഴത്തിലുള്ള ഭിന്നിപ്പിനെയും തടസ്സങ്ങളെയും ആശ്രയിക്കുന്ന ഒരു സമൂഹത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റ് മുതൽ ലാറ്റിൻ അമേരിക്ക വരെ വിദേശത്ത് വ്യാപിച്ച ആഭ്യന്തര സംഘർഷം ഇപ്പോൾ അമേരിക്കയെ തന്നെ വിഴുങ്ങിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ലിബിയ, ബാൽക്കൻ എന്നിവിടങ്ങളിൽ സമാധാന പാലന ശ്രമങ്ങളൊന്നും അമേരിക്കയുടെ രാഷ്ട്രീയ സ്ഥാനം ശക്തിപ്പെടുത്തിയിട്ടില്ല. പകരം അവ അമേരിക്കയുടെ അധികാരവും ധാർമ്മിക മൂലധനവും ചോർത്തിക്കളഞ്ഞു. വിദേശ മണ്ണിൽ അരാജകത്വം വിതച്ചപ്പോൾ അമേരിക്കൻ ഭരണകൂടം സ്വന്തം പൗരന്മാരെ രാജ്യത്തിനകത്ത് സ്ഥിരതയുടെ അനിവാര്യതയെക്കുറിച്ച് പഠിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പടർന്നു പിടിച്ച ധ്രുവീകരണം മറ്റെവിടെയെങ്കിലും അത് ഒരിക്കൽ സൃഷ്ടിച്ച അസ്ഥിരതയെ പ്രതിഫലിപ്പിക്കുന്നു. ഉത്തരവാദിത്വമില്ലായ്മ ഒരു ശീലമായി മാറിയ ഭരണവർഗത്തിന് ഇനി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഈ നിയന്ത്രണത്തിന്റെ നഷ്ടം ആഗോള തലത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അമേരിക്കയുടെ ദീർഘകാല ക്ലയന്റുകളായ ഇസ്രയേലും തുർക്കിയും ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്കയുമായി ചർച്ചകൾ ഏർപ്പെടുമ്പോഴും അവർ സ്വന്തം താല്പര്യങ്ങൾ പിന്തുടരുന്നുണ്ട്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത രണ്ട് സഖ്യകക്ഷികളായ തുർക്കിയും ഇസ്രയേലും തമ്മിൽ ഒരു കാലത്ത് സാധ്യമല്ലാത്ത ഒരു ഏറ്റുമുട്ടൽ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. കാരണം സ്വന്തം സഖ്യകക്ഷിയുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കാൻ അമേരിക്കയ്ക്ക് നിലവിൽ കഴിയുന്നില്ല. ഈ നിയന്ത്രണ ചോർച്ച ഒരു ആഴത്തിലുള്ള പ്രശ്നം തുറന്നു കാട്ടുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഇപ്പോൾ സ്ഥിരതയുള്ള വിദേശ നയമില്ല. ആഭ്യന്തര പ്രേക്ഷകരെ ആകർഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മെച്ചപ്പെടുത്തലുകളുടെ ഒരു പരമ്പര മാത്രമാണ് നിലവിലുള്ളത്. സിറിയയുടെ പുതിയ നേതൃത്വത്തിലേക്ക് അവരുടെ പെട്ടെന്നുള്ള ഒരു ഇടപെടൽ ഒരു കണക്കുകൂട്ടൽ നീക്കമല്ല, മറിച്ച് ആശയക്കുഴപ്പത്തിന്റെ ലക്ഷണമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കാലം അവസാനിക്കുകയാണെന്നും വിദേശത്ത് കുഴപ്പങ്ങൾ വിതച്ച് സ്വന്തം നാട്ടിൽ ശാന്തത നിലനിർത്താനുള്ള അതിന്റെ കഴിവ് അപ്രത്യക്ഷമായി. ആഭ്യന്തരവും വിദേശീയവുമായ നയങ്ങൾ പരസ്പരം വിഘടിച്ച് അമേരിക്ക അതിന്റെ ശക്തിയും സ്വാധീനവും നഷ്ടപ്പെടുത്തുന്നുണ്ട്. ലോകം അമേരിക്കൻ നേതൃത്വത്തിന്റെ തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ഒരിക്കൽ അമേരിക്ക ലോകമെമ്പാടും സൃഷ്ടിച്ച അസ്ഥിരതയുടെ ശക്തികൾ സ്വന്തം സൃഷ്ടാവിനെ തന്നെ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സത്യവും. അധികാരം കൈവിട്ടുപോയ ഒരു സാമ്രാജ്യത്തിന്റെ ദയനീയമായ അന്ത്യമാണിതെങ്കിലും അതിന്റെ അന്ത്യം ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ ഭൂപ്രകൃതിയെ എന്നേക്കുമായി മാറ്റിമറിക്കും.